അപ്പോൾ എൻ്റെ ഡ്രീം ബൈക്കിനെ കുറിച്ചിട്ട് പലരും ചോദിച്ചിരുന്നു. ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ചിലർ കമന്റ് അടിച്ചിട്ടുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ അത് വേറെ ഒന്നുമല്ല, യമഹയുടെ ടെനരി 700 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളാണ് എൻ്റെ ഡ്രീം മോട്ടോർ സൈക്കിൾ എന്ന് പറയുമ്പോൾ. ഈ ഒരു ഡ്രീം മോട്ടോർ സൈക്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്, കാരണം ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഡ്രീം മോട്ടോർ സൈക്കിൾ തന്നെയാണ് യമഹ ടെനരി 700 എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ടെനരി എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ? പലരും 1250 BMW 1250 GS, ആഫ്രിക്ക ട്യൂൻ അങ്ങനെയുള്ള ഭയങ്കര മാസമായിട്ടുള്ള മോട്ടോർ സൈക്കിളിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതാണ് അവർ ഡ്രീം ബൈക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഡ്യുവൽ പർപ്പസ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ആണ്. അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടിയും അതിന്റെ ഒരു മാക്സിമം കാപ്പബിലിറ്റി, അതിന്റെ ആ ഒരു പവർ, പെർഫോമൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഹെവിയസ്റ്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ നോക്കാതെ ഒരു മിഡ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിലേക്ക് പോകുന്നത്. ഇതിപ്പോ എന്റെ കാര്യം മാത്രമല്ല, വേൾഡിലെ തന്നെ മൊത്തമായിട്ടുള്ള ഒരു കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു കാറ്റഗറിയാണ് മിഡ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല ബ്രാൻഡുകളും പുതിയ 800cc ആയിട്ടുള്ളതും 700cc ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ബിൽഡ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത്, എന്തുകൊണ്ട് സൂപ്പർ സ്പോർട്ട് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിലേക്ക് പോകുന്നില്ല? സൂപ്പർ സ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ഒരു റോട്ടിൽ ഓടിക്കാനായിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ R15 ആണെങ്കിൽ പോലും റോട്ടിൽ ഓടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾ എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. ഇനി ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഏത് വാങ്ങിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഒരു എൻഡ്യൂറൻസ് ലെവൽ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഹീറോന്റെ റാലി മോട്ടോർ സൈക്കിൾ, ഹീറോ എക്സ്പൾസിന്റെ റാലി കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ കാറ്റഗറിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ പോവുക ഓഫ് കോഴ്സ് അത് അഡ്വഞ്ചർ 390 ആയിരിക്കും, KTM അഡ്വഞ്ചർ 390 ആയിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.